ബംഗളൂരുവിൽ മലയാളി പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി എന്നൊരു വാർത്തയുണ്ട്. 20-കാരിയായ പെൺകുട്ടിയാണ് സുഹൃത്തുക്കളുടെ താമസ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കപ്പെട്ടത്. മടിവാളയിൽ താമസിക്കുന്ന സുൽത്താൻ ബത്തേരി സ്വദേശി ഹൈനസിനെതിരെ കേസെടുത്തു. പ്രതികളിൽ നിന്ന് ഭീഷണിയുണ്ട് എന്ന് പെൺകുട്ടിയും സുഹൃത്തുക്കളും പറഞ്ഞു. മെയ് 12-ാം തീയതി ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ ഷോപ്പിൻ്റെ റൂമിൽ പുറകിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ റൂമിലേക്ക് ഹൈനാസ് എന്ന് പറഞ്ഞ വ്യക്തി വരികയും അവർ തമ്മിലുള്ള സംസാരം നടക്കുകയും ചെയ്തതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്നൊരു വയ്യായിക വന്ന് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എന്നെ തുറന്ന് എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് വാട്ടർ ജ്യൂസ് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ ഹൈനാസ് എന്നെ ഫോഴ്സ്ഫുള്ളി റേപ്പ് ചെയ്യുകയും അതിനെ തുടർന്ന് അതിന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി മടിവാള സ്റ്റേഷനിൽ പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ മടിവാള പോലീസ് സ്റ്റേഷനിൽ തന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ അരുൺകുമാർ സാർ എന്നുള്ള വ്യക്തിയുടെ അടുത്ത് മര്യാദയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ ഡീപ്പായിട്ട് എനിക്ക് എന്താ ഉണ്ടായ റേപ്പ് സംഭവിച്ചിരുന്നു. പക്ഷേ എന്താണ് ഡീപ്പായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ലേഡീസ് പോലീസിന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. എങ്കിൽ പോലും അതെനിക്ക് തരാനോ സപ്പോർട്ട് ചെയ്യാനോ നിന്നിരുന്നില്ല. ഈ ഹൈനാസ് എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് ലോക്കൽ സപ്പോർട്ട് മടിവാളയിലുണ്ടായിരുന്നു. ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാണ് എനിക്ക് മെഡിക്കൽ എടുക്കാൻ തയ്യാറാണ്, FIR ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ പോലും മെഡിക്കൽ എടുക്കാൻ എന്നെ സമ്മതിച്ചിരുന്നില്ല. അതിന് പകരം ഞാൻ വെർജിൻ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ, എന്നെ പേഴ്സണാലിറ്റീനെ ചോദ്യം ചെയ്യുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ എനിക്കെതിരെ അരുൺ സാറ് ഉതിർക്കുകയും ഞാൻ വെർജിൻ അല്ലാത്തതിനെ കൊണ്ട് മെഡിക്കൽ എടുക്കുന്നത് പോസിബിൾ അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നിനക്ക് എന്ത് യോഗ്യതയുള്ള അങ്ങനെ ചോദിക്കാനുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്. പ്രതികൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. നീയാണ് കഴിച്ചാലെങ്കിലേ നീ വലിയ പടച്ചുവാണ്, പക്ഷെ പുറത്തു വന്നല്ലേ KB ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ, പെൺകുട്ടി വളരെ നിസ്സഹായ ഈ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളുടെ അടുത്ത് പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ സംഭവവുമായി ബന്ധമില്ലേ? എന്താണ് വിശദവിവരങ്ങൾ? സുഹൃത്തുക്കൾക്കല്ല ബന്ധം. അതായത് ഈ പെൺകുട്ടി ബംഗളൂരുവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനത്തിനൊപ്പം പാർട്ട് ടൈമായിട്ട് ഒരു കഫേയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്നത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ നടത്തുന്ന കഫേയിലാണ് ജോലി ചെയ്യുന്നത്. ഏതായാലും ഈ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള ഹൈനസ് എന്ന് പറയുന്ന മടിവാളയിൽ താമസിക്കുന്ന സുൽത്താൻ ബത്തേരി സ്വദേശിയായിട്ടുള്ള അയാളാണ് ഈ സുഹൃത്തുക്കൾക്ക് ഈ കഫേ തുടങ്ങാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ കഫേ തുടങ്ങി കുറച്ച് മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഇത് വലിയ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. തുടർന്ന് ഇയാളെ തന്നെ സമീപിച്ച് ഈ കഫേ വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാം കൂടി ഈ കഫേയോട് ചേർന്ന് തന്നെയാണ് ഈ സുഹൃത്തുക്കൾ താമസിക്കുന്ന മുറി, അവിടെ ഒത്തുകൂടിയപ്പോഴാണ് പെൺകുട്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിക്ക് അവിടെ വെച്ച് ഒരു വയ്യായിക തോന്നി. കുട്ടി അവിടെ കിടന്നപ്പോൾ മറ്റ് ആളുകൾ, അതായത് ഇയാളെ സ്ഥിരം കാണുന്ന ആളുകളാണ്, ഇവരോടൊപ്പം എപ്പോഴും വരുന്ന ഒരു വ്യക്തിയാണ് ഈ ഹൈനസ് എന്നുള്ളത്. ഏതായാലും ഇയാൾ അവിടെയുണ്ട്. ഈ പെൺകുട്ടിക്ക് മരുന്നോ വെള്ളമോ ഒക്കെ വാങ്ങാൻ വേണ്ടി ഈ സുഹൃത്തുക്കൾ പുറത്തേക്ക് പോയി. ആ സമയത്താണ് ഈ കുട്ടിയോട് വളരെ മോശമായി, അല്ലെങ്കിൽ ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഏതായാലും വളരെ സംഘത്തോടു കൂടി തന്നെയാണ് കുട്ടി അതൊക്കെ പറയുന്നത്. അത്രയും വിശ്വസിച്ച ആളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാവുന്നത്. ഏതായാലും ഇയാൾ ശാരീരികമായി ഈ കുട്ടിയെ വല്ലാതെ ഉപദ്രവിച്ചെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ മാനസികമായിട്ട് കുട്ടി വല്ലാതെ തളരുന്ന സ്ഥിതിയിലേക്ക് പോയി. സാധാരണയായിട്ട് നമ്മൾ അഭയം തേടിയാണ് പോലീസ് സംവിധാനത്തിന് മുന്നിൽ പോകുന്നത്. പക്ഷേ രാവിലെ 7 മണിക്ക് ഇവർ ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ്. രാത്രി 12 മണി വരെ അവിടെ ഇരുത്തി. ഈ ഹൈനസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ലോക്കലായിട്ടുള്ള ചില ആളുകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അങ്ങനെ അവിടെ വളരെ അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പൊക്കെയുള്ള സുരേഷ് എന്നയാളുമായി ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ചെയ്തത്. തുടർന്ന് ഇവരോട് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ മുൻപിൽ വെച്ച് വരെ പരാതിയുമായി മുന്നോട്ട് പോയാൽ വിവരമറിയും, കൊന്നുകളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ സ്റ്റേഷനിൽ ഇരുന്നതിന് ശേഷം ഇവരോട് നിർബന്ധിച്ച് പോലീസ് കൂടി വളരെയധികം സമ്മർദ്ദം ചെലുത്തി ഇവരെ കൊണ്ട് പരാതിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത്. മറിച്ച് കേസെടുക്കാനല്ല അവർ നോക്കിയത്. അതോടൊപ്പം നമുക്ക് കേട്ട ശേഷം തിരികെ എത്താം. ശ്രീധരൻ, 12-ാം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ടൈമിൽ അവർ പറയണത്, നിങ്ങൾ കേസിന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർ പൈസ കൊടുത്ത് പുറത്തിറങ്ങി നമ്മളെല്ലാവരും കൊല്ലും, നിങ്ങൾ കോംപ്രമൈസിൽ നിന്നില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവിക്കും, പീടി തുറക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരുപാട് ഭീഷണി നമുക്കുണ്ടായിരുന്നു.
2 ദിവസം നമ്മൾ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് വരെ നിന്നത്. അതിനുശേഷം അവരുടെ 9 ഗുണ്ടകൾ വന്ന് നമ്മളെ ആക്രമിക്കുകയും നല്ല രീതിയിൽ കടിക്കുകയും നമ്മളെ ഇനിയും മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളാണ് മുങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ പേടിച്ചിട്ട്. അവരിപ്പോഴും ആ ഏരിയയിൽ രാജാക്കന്മാരെ പോലെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കിപ്പോഴും സേഫ്റ്റി കിട്ടിയില്ല. FIR രജിസ്റ്റർ ചെയ്തിട്ട് വരെ അവർ ഇതുവരെയായിട്ടും പിടിച്ചിട്ടുമില്ല, അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മളവരെ തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. ശ്രീധരൻ, സുഹൃത്തിന്റെ പ്രതികരണമാണ് ഇത്. ആക്രമിക്കാനായി അവരൊക്കെ സജ്ജരായി തന്നെ നടക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഈ നാട്ടിലൊക്കെ നടക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. ബംഗളൂരുവാണ്, ഒരുപാട് തദ്ദേശീയരായവരുടെ സഹായത്തോടെ ആയിരിക്കാം ഇതൊക്കെ നടക്കുന്നതെന്ന് കരുതുന്നു. ഈ ഭീഷണിയുടെ ദൃശ്യങ്ങളും നമ്മൾ പങ്കുവച്ചിരുന്നു. ആ ദൃശ്യത്തിൽ കാണുന്നയാളാണോ ഈ ഹൈനസ്? ഭീഷണിപ്പെടുത്തുന്ന വ്യക്തിയാണ് ഹൈനാസ് എന്ന് പറയുന്നത്. ഏതായാലും ഈ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇവരുടെ താമസ സ്ഥലത്തേക്ക് ഇവരെത്തി. ഈ എത്തിയതിന് പിന്നാലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഹൈനസ് ഒരു 9 ആളുകളെയും കൂട്ടി ഇവരുടെ മുറിയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് വളരെ അധികം ഈ ശാരീരികമായി ഈ കുട്ടികളെ എല്ലാം തന്നെ ആക്രമിക്കുകയാണ്. ഒരു 10, 25 അല്ലെങ്കിൽ 30 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇവരെല്ലാം തന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന സ്ഥിതിയിലേക്ക് പോയി. അതായത് സാധാരണ രീതിയിൽ കുറ്റം ചെയ്ത ആളുകളാണ് ഒളിവിൽ കഴിയുക അല്ലെങ്കിൽ ഒളിച്ചു കഴിയേണ്ട അവസ്ഥയ്ക്ക് വരുന്നത്. ഇവിടെ യാതൊരു കുറ്റം ചെയ്യാത്ത ഈ കുട്ടികൾക്കാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിക്കേണ്ടവർ. അതായത് അവരുടെ താമസ സ്ഥലത്തേക്ക് പോകാനോ അവരുടെ വസ്ത്രങ്ങൾ എടുക്കാൻ പോലുമുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. എപ്പോൾ പോയാൽ അവിടെ പോയാൽ മടിവാളയിൽ പോയാൽ ഇവർക്ക് അടികിട്ടും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം പേടിച്ചാണ് ഈ കുട്ടികൾ ഇപ്പോൾ കഴിയുന്നത്. ഏതായാലും നിയമസഹായത്തിന് വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട്. ഈ 12-ാം തീയതിയാണ് ഈ പീഡനം നടക്കുന്നത്. 13-ാം തീയതി പോലീസിനെ സമീപിക്കുന്നു. യാതൊരു നടപടിയും ഉണ്ടായില്ല. നിർബന്ധിപ്പിച്ച് കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കുന്നു. അതിനുശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇതിന് പിന്നാലെ ഇവർ ബംഗളൂരു നോർത്ത് ഈസ്റ്റ് DCPയെ സമീപിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് DCPയുടെ നിർദ്ദേശത്തെ തുടർന്ന് മാത്രമാണ് 18-ാം തീയതി FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവുന്നത് പോലീസ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സാധാരണ ഇങ്ങനെയുള്ള പീഡനങ്ങൾ നടന്നാൽ ഏറ്റവും ആദ്യം എടുക്കേണ്ടത് 24 മണിക്കൂറിനെങ്കിലും വൈദ്യപരിശോധന നടത്തണം. പെൺകുട്ടി ആവർത്തിച്ച് പോലീസിനോട് ആവശ്യപ്പെടുന്നുണ്ട്, വൈദ്യപരിശോധന നടത്തണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ പോലീസ് അതിന് തയ്യാറായില്ല. 18-ാം തീയതി ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്ത് വൈദ്യപരിശോധന നടത്താനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കാരണം ഇവരുടെ സ്വാധീനം തന്നെ ആയിരിക്കാം. ശ്രീധരൻ, KB ശ്രീധരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മലയാളി പെൺകുട്ടിക്ക് ഒരു മലയാളിയിൽ നിന്നാണ് ഈ പീഡനം ഒരു അന്യ സംസ്ഥാനത്ത് വെച്ച് ഉണ്ടായതെന്ന കാര്യം നമ്മൾ മറക്കരുത്. ബംഗളൂരുവിലും മറ്റും ഇത്തരത്തിൽ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്, തൊട്ട് അയൽ സംസ്ഥാനമാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവം വളരെ ഖേദകരമാണ് പെൺകുട്ടിക്ക് ഉണ്ടായത്. മാനസികമായ വലിയ ആഘാതത്തിലാണ് കുട്ടിയെന്ന് മനസ്സിലാക്കുന്നു. വലിയ പ്രായമൊന്നുമുള്ള കുട്ടികളല്ല, അത് ദൃശ്യങ്ങൾ മറച്ചാണ് കാണിക്കുന്നതെങ്കിൽ പോലും മനസ്സിലാകും. ഈ കുട്ടികളൊക്കെ ഭയന്നാണ് ജീവിക്കുന്നതും ഇവരെയൊക്കെ ഭയന്നാണ് ജീവിക്കുന്നതും എന്ന് മനസ്സിലാക്കുന്നു. ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, ആശിക്കുകയാണ്.